ആ ഒരു ടൈമിൽ ഓൾറെഡി മറ്റേ പേരൻസിന് ഒരു കൺസേൺ ഉണ്ടാവും, സീരിയസ് ആണോ, ഇത് എവിടെ വരെ എത്തും എന്നുള്ള ഒരു കാര്യം ഉണ്ടാവും. അന്ന് ഞാൻ എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞേ, എടോ പൊട്ട, ഈ മനസ്സിലാക്കണം, ഇപ്പുറത്ത് മെസ്സേജ് ഇടുന്ന ഏതെങ്കിലും ചെക്കനായിരിക്കൂ, അത് നിനക്കറിയാതെ ഈ അവിടെ ചെല്ലുമ്പോണ്ടാവും ഏതെങ്കിലും ചെക്കന്മാരെങ്ങനെ ഇളിച്ച് നിന്നെയും കാത്ത് നിൽക്കുന്നത്, അത് ഈ മനസ്സിലാക്കിക്കോ, അവിടെ പോയാൽ അതൊന്നും ഈ പോയ സ്ഥലത്ത്. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തെന്നറിയോ, ഞങ്ങൾ അന്ന് എൻ്റെ വീട്ടിൽ ഈ കോവിഡിന്റെ ടൈമിൽ ഒരു രാത്രി ഞങ്ങളിവിടുന്ന് വീട്ടിലേക്ക് ഒന്ന് പോകുന്ന, പോലീസ് പിടിക്കുമോ നോക്കണല്ലോ. അപ്പൊ വീട്ടിലെത്തി, അപ്പൊ അവിടുന്ന് ചേച്ചീന്റെ അവിടെ അവരെ വീട്ടിലുള്ള ഒരു കുട്ടി പാലക്കാട് പോകുന്നുണ്ട്. ആ കോവിഡിന്റെ കുറച്ച് പ്രശ്നങ്ങൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ സമയത്താണ്. കോവിഡ് തുടങ്ങുന്നതിന് മുമ്പേ കോവിഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എന്നുള്ളൊരിത് വന്ന് കൊറോണ വരുന്നുണ്ട് എന്നുള്ളത് ആ പേടിക്കാൻ തുടങ്ങിയ ലോക്ക്ഡൌൺ ആക്കാൻ പോവാണ് എന്നുള്ള സ്റ്റേജിലേക്ക് എത്തിയ ടൈം അപ്പോഴാണ് പോണത്. ലോക്ക്ഡൌൺ ആണ്, ഇന്ന ദിവസം ലോക്ക്ഡൌൺ ആണെന്നുള്ള ഇത്രാമത്തെ ദിവസം ലോക്ക്ഡൌൺ വരും, മാസ്ക് ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങണോ, അങ്ങനെ ഒരു ടൈം. അങ്ങനെ സ്റ്റാർട്ടിങ്, അതായത് എല്ലാരും പാനിക് ആവാൻ തുടങ്ങുന്ന ടൈം. ഇന്ന ടൈം ലോക്ക്ഡൌൺ ആണെന്ന് പറഞ്ഞ കോളേജ് എല്ലാം അടച്ച് എല്ലാരും വിടുന്ന ടൈം. അപ്പൊ എന്താ എന്നിട്ട് ഇവന് അവിടെ നിന്ന് ഒരു കുട്ടി, ഇവള് പഠിച്ചത് പാലക്കാടല്ലേ, പാലക്കാടേക്ക് അവൻ എന്തോ സാധനം എടുക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അവന്റെ വണ്ടിയിൽ ഇവൻ പാലക്കാട് പോയി, ഞങ്ങളോട് പറയാതെ. ഇവൻ ചേച്ചീന്റെ വീട്ടിൽ അന്ന് രാത്രി അവിടെയാ താമസിക്കുന്ന പറഞ്ഞിട്ട്, എന്റെ വീടിന്റെ അടുത്ത് തന്നെ ചേച്ചീന്റെ വീട്. അവിടെ പോയപ്പോ അവന്റെ കൂടെ അവന്റെ വണ്ടിയിൽ പാലക്കാട് പോയി. പാലക്കാട് പോയി കുറെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവൻ പാലക്കാട് പോയി എന്നുള്ളത്. ഇവൻ അവിടെ പോയിട്ട് കണ്ട് പെൺകുട്ടിയാണ് എന്നുള്ളത് ഉറപ്പിച്ച്, പെൺകുട്ടിയാണ്. തിരിച്ചു വന്നിനോട് പറഞ്ഞു, അമ്മയല്ലേ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ കുറെ എന്തൊക്കെയോ പറഞ്ഞു, അത്രയും അത്രയും ദൂരം പോയി പെൺകുട്ടിയാണോ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്.